പരിമിതിയെ പ്രതിഭ കൊണ്ട് തോൽപ്പിച്ച 10 വയസ്സുകാരൻ കേരളത്തിന്റെ മുത്തായി മാറിയിരിക്കുകയാണിപ്പോൾ. ജന്മനാ തന്നെ കൈകാലുകൾക്ക് വൈകല്യമുള്ള 5ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് യാസിനാണ് താരമായിരിക്കുന്നത്. കായംകുളം പ്രയാർ വടക്ക് SS മൻസിലിൽ ഷാനവാസ് ശൈല ദമ്പതികളുടെ മൂത്ത മകനാണ് മുഹമ്മദ് യാസിൻ. കായംകുളം പുതുപ്പള്ളി KNM UP സ്കൂളിലെ വിദ്യാർത്ഥിയായ യാസിനെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പരിചയപ്പെട്ടതോടെയാണ് ആ പ്രതിഭയുടെ പ്രയാണത്തിന് പുതിയ മാനം വന്നിരിക്കുന്നത്. KNM UP സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രിക്ക് യാസിനെ പരിചയപ്പെടുത്തി കൊടുത്തത് അഡ്വക്കേറ്റ് U പ്രതിഭ MLA ആയിരുന്നു. ഞാൻ ഇത് തന്നെ പഠിച്ചാണ്. ഒരു ദിവസം ഞാൻ ഈ കീബോർഡിൻ്റെ കളിപ്പാത്രത്തിൽ ചുമ്മാ പാട്ടിട്ട് വായിച്ചു. അപ്പോൾ വാപ്പിച്ച് എനിക്ക് യൂട്യൂബിൽ ജനഗണമന എന്ന നാഷണൽ ആന്തം എടുത്തു തന്നു. അത് ഞാൻ കീബോർഡിൽ പഠിച്ചപ്പോൾ അന്ന് വൈകിട്ട് റിപ്പബ്ലിക് ഡേ അന്ന് വൈകുന്നേരം സ്കൂളിൽ ഓൺലൈനിൽ പരിപാടി ഉണ്ടായിരുന്നു. അതിൽ ഞാനിത് വായിച്ചു. അത് സക്സസ്ഫുള്ളായി. പിന്നെ ഓരോ പാട്ടുകളും വായിച്ചു തുടങ്ങി. അടുത്ത സമയത്താണ് ഞാൻ കരോക്കെ ഇട്ട് വായിക്കാൻ പഠിച്ചത്. ആദ്യം പഠിച്ചത് യഹൂദയിലെ എന്ന ഗാനമായിരുന്നു. പിന്നെ ഓരോ പാട്ടുകൾ വായിച്ചു. ഒരു മധുരക്കിനാവിൻ്റെ റീമിക്സ് ഞാൻ വായിക്കും. പിന്നെ രാഗാരക്കമ്മ എന്ന ഗാനം വായിക്കും. അങ്ങനെ കുറച്ച് പാട്ടുകൾ വായിക്കും. ഇപ്പം ഞാൻ 2 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ സ്റ്റേജ് ഷോ ചെയ്യും. യാസിനുമായി അല്പനേരം ചിലവഴിച്ച് മടങ്ങിപ്പോയ മന്ത്രി ആദ്യം ചെയ്തത് തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെയൊരു കുറിപ്പിടുകയായിരുന്നു. യാസിൻ ഒരത്ഭുതമാണ്. ഈ പ്രതിഭയെ നമ്മൾ ഉപയോഗിക്കുക തന്നെ വേണം. സംഗീത സംവിധായകർ ആരെങ്കിലും ഈ പോസ്റ്റ് കാണുമെങ്കിൽ ഒരവസരം കൊടുത്താൽ നന്നായിരുന്നു. നിരവധി പേരാണ് ഈ പോസ്റ്റിന് ലൈക്കും ഷെയറുമായി എത്തിയത്. പ്രശസ്ത സംഗീത സംവിധായകൻ രതീഷ് വേഗ മന്ത്രിയുടെ പോസ്റ്റിൽ ഇങ്ങനെ അടിക്കുറിപ്പും എഴുതി: വലിയ ഒരു അവസരം ഒരുക്കണം, ലോകം അറിയാൻ കഴിയണം, കൂടെയുണ്ട് സർ. തുടർന്ന് രതീഷ് നേരെ കായംകുളത്തേക്കെത്തി. യാസിന്റെ മിന്നുന്ന പ്രകടനം നേരിട്ട് കാണുകയും ആസ്വദിക്കുകയും ചെയ്തു. യാസിനുമായി നേരത്തെ തന്നെ നല്ല ചങ്ങാത്തമുണ്ടായിരുന്ന അഡ്വക്കേറ്റ് U പ്രതിഭ MLAയും ഒപ്പം ചേർന്നു. നമസ്കാരം, ഞാൻ രതീഷ് വേഗ. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തത്തിലാണ് ശരിക്കും ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇപ്പം നമ്മളൊക്കെ ജീവിതത്തിൽ ഇപ്പം നമ്മൾക്ക് ചിലപ്പോൾ ചില തിരിച്ചറിവുകളുണ്ടാവും നമുക്ക് ചില കാര്യങ്ങളിൽ. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് വളരെയധികം തിരിച്ചറിവുകൾ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക, നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കണം. നമ്മൾ എല്ലാവരും പല അഹങ്കാരങ്ങളുണ്ട്, നമുക്കെല്ലാം ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് പോരാ എന്ന് പറയും. അതാണ് എപ്പോഴും കംപ്ലൈൻറ്റിങ് ആണ്, അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്ന പോലെയാണ് മനുഷ്യന്മാരുടെ കൂടുതൽ ആക്ടിവിറ്റി. എൻ്റെ ലൈഫിലുള്ള എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശിവൻകുട്ടി സാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്,
ഞാൻ അങ്ങനെ ഒരു ഇത് കണ്ടപ്പോഴാണ് കായംകുളം MLA പ്രതിഭ മാഡത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവിൽ ശിവൻകുട്ടി സാറിൻ്റെ ഒരു നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഈ കുട്ടിയെക്കുറിച്ച്, യാസിൻ എന്ന് പറയുന്നത്, ഈ മകന് ഒരുപാട് ശാരീരികമായ കുറവുകൾ ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ അധികം നമുക്ക് ആർക്കും ഇല്ലാത്ത അത്ര കഴിവുകളും ആ കുഞ്ഞിന് ഒരുപാട് ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ അങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നി, അവൻ മ്യൂസിക്കിൽ പാട്ടുകളൊക്കെ തനിയെ 1.5 വർഷം കൊണ്ട്, അതും ഈ കോവിഡ് കാലത്ത് തനിയെ പഠിച്ച് ഈ പാട്ടുകളെല്ലാം വായിക്കുന്നുണ്ട്, നന്നായി വായിക്കുന്നുണ്ട് കീസിൽ. അതും ഫിംഗേഴ്സൊക്കെ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഒരു കീബോർഡ് വായിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും 10 ഫിംഗേഴ്സ് നമുക്ക് തികയില്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. ഇപ്പോൾ നമ്മൾ പലപ്പോഴും സ്റ്റീഫൻ ഡേവിസി പോലത്തെ ആൾക്കാരുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴാണ് ഈ കുഞ്ഞു മോൻ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഫിംഗർ പൊസിഷനിങ് പോലും ഇല്ലാതെ ഒരു പാട്ട് പ്രോപ്പറായിട്ട് വായിക്കുന്നത്. യാസിൻ എന്ന ഈ അത്ഭുത പ്രതിഭയെ ലോകത്തിന്റെ മുന്നിലെത്തിക്കുവാൻ എല്ലാ പരിശ്രമവും നടത്തുമെന്ന് രതീഷ് വേഗ പറഞ്ഞു. യാസിനുമായി ചേർന്ന് വലിയ ഒരു പ്രോജക്റ്റ് ചെയ്യാമെന്നും മാതാപിതാക്കളെ അറിയിച്ചു. തന്റെ പോസ്റ്റ് വായിച്ചറിഞ്ഞ രതീഷ് വേഗ യാസിനെ സന്ദർശിച്ച വിവരം ലഭിച്ചപ്പോൾ മന്ത്രി ശിവൻകുട്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടിയിട്ടു. അതിങ്ങനെയായിരുന്നു: യാസിൻ എന്ന പേരിന്റെ അർത്ഥമായി ഞാൻ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത് മുത്ത് എന്നാണ്. മുത്ത് പുറത്തു വന്നു കഴിഞ്ഞു, ഇനി ലോകമേ സാക്ഷി. സംഗീത സംവിധായകൻ രതീഷ് വേഗ കായംകുളത്തെ ശാരീരിക പരിമിതികളുള്ള അത്ഭുത ബാലൻ യാസിൻ എന്ന 5ാം ക്ലാസ്സുകാരനെ കണ്ടു. ഒരു അത്ഭുത സൃഷ്ടി നമുക്കായി വിരിയട്ടെ. കൃതാർത്ഥതയോടെ മന്ത്രി നൽകിയ ആശംസ അർത്ഥവത്താകട്ടെ എന്നാണ് നാടാകെ പ്രതീക്ഷിക്കുന്നത്. അംഗപരിമിതനായ മുഹമ്മദ് യാസീൻ എന്ന കൊച്ചുമിടുക്കൻ കണ്ണുകെട്ടി കീബോർഡ് വായിക്കുമെന്ന് മാത്രമല്ല, മനോഹരമായ രീതിയിൽ നൃത്തം അവതരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കോവിഡ് കാലത്ത് പിതാവ് ഷാനവാസ് വാങ്ങിക്കൊടുത്ത 250 രൂപയുടെ ചെറിയ കളിപ്പാട്ട പിയാനോയിലൂടെയായിരുന്നു യാസിന്റെ പരിശീലനം. ഇപ്പോൾ ഏത് ഗാനങ്ങളും യാസിൻ കീബോർഡിൽ വായിക്കും. നിരവധി സ്റ്റേജ് പരിപാടികളും ചാനൽ ഷോകളിലും യാസിൻ പങ്കെടുത്തിട്ടുണ്ട്. കണ്ണുകെട്ടി കീബോർഡിൽ ദേശീയ ഗാനവും ദേശീയ ഗീതവും ഏറ്റവും കുറഞ്ഞ സമയമായ 2 മിനിറ്റും 58 സെക്കൻഡും വായിച്ചതിന് ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ് അംഗീകാരത്തിനായി യാസിൻ പരിഗണിക്കപ്പെട്ടിരിക്കുകയാണ്. അനുജൻ അൽ അമീൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു.